നമ്മൾ വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ പറയില്ല, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തില്ല. നമ്മൾ ഹോട്ടലിൽ ചെന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്, ഒരു നല്ല ഫുഡാണെങ്കിൽ അവിടെ കൗണ്ടറിലല്ലേ ഓണറോട് നല്ല ഫുഡായിരുന്നു കേട്ടോ എന്ന് എത്ര പേര് പറയാറുണ്ട്? പറയില്ല. ചീത്തയാണ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കും, കൃത്യമായിട്ട് പറയും കാശിന് ഉള്ളിലത്തെ സാമ്പാറാകട്ടോ, ഇതൊക്കെ എപ്പോൾ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ആരാ ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചിരിക്കും. നല്ലതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ മിണ്ടില്ല. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട രണ്ട് വാക്ക്, പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ താങ്ക് യുവും സോറിയാണെന്ന് പറയും. അതായത് രണ്ടുമാണ് നമ്മൾ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ. വേറൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്നേരം താങ്ക് യു പറഞ്ഞ് ശീലിക്കുക. നമ്മുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞ് ശീലിക്കുക. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ സന്തോഷം കൊടുക്കുന്ന ഒരാളായി മാറണം. അപ്പോൾ നല്ല എന്തെങ്കിലും ഇപ്പോൾ എവിടെ നിന്നൊക്കെയാണ് അറിവ് കിട്ടുന്നത്, അറിവുകളെല്ലാം നമ്മൾ എടുക്കുന്നത്, ഇതൊന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇതിൻ്റെയൊക്കെ എഫേർട്ടുണ്ട്. നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം മാത്രമേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുള്ളൂ. പൊതുവേ നമ്മളൊരു രീതി അതാണ്, നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കുള്ളൂ, വേറെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. അല്ല, ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്ന ഒരാളായി മാറണം, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരാളായി മാറണം. കൂടുതൽ ആൾക്കാരും നമ്മൾ പ്രോബ്ലം ഷെയറിങ് ആൾക്കാരാണ്, പ്രോബ്ലം ക്രിയേറ്ററാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാകുന്ന ആൾക്കാരാണ്, സിമ്പിളാണ്, ഏറ്റവും കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവർക്കാണ്, ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ സോൾവ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് എല്ലായിടത്തും. അവരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. ഒരു കമ്പനിയിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇവിടെ സാധാരണ ആൾക്കാർ ചെയ്യുന്നത്, ഇപ്പോൾ പോലീസിലാണെങ്കിൽ ഒരു കോൺസ്റ്റബിൾ ചെയ്യുന്ന പണിയൊന്നും സത്യത്തിൽ ഒരു DGP ചെയ്യുന്നില്ലല്ലോ എന്ന് ചിലപ്പം വിചാരിക്കും. കോൺസ്റ്റബിൾ കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഒരു DGPയുടെ സാലറി. DGP എന്നാ പരിപാടി? DGP കള്ളനെ പിടിക്കാൻ പോകുന്നില്ല, ശവത്തിന് കാവൽ നിൽക്കുന്നില്ല, ഈ പണി രാത്രി ഉറക്കളച്ച് ഇവിടെ പോയി നിൽക്കുന്നില്ല, തല്ലുകൊള്ളാൻ റോഡിൽ സമരം നടക്കുന്നിടത്ത് പോകുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ പുള്ളിക്കാണ് പൈസ മുഴുവൻ കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കൊരാൾക്ക് ചിന്തിക്കാം. ഡിഫറൻസ് എന്താണ്? ഏറ്റവും കൂടുതൽ പുള്ളിയുടെ വർക്ക് നെക്കപ്പ് വർക്കാണ്. അദ്ദേഹത്തിൻ്റെ 24 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും പ്രോബ്ലം ക്രിയേറ്റർ ആയിരിക്കത്തില്ല. ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം അവിടെ നിൽക്കുന്ന ഏറ്റവും കുറഞ്ഞ ശമ്പളം ഉള്ള ഒരാളുടെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമാണ് അവിടുത്തെ ഏറ്റവും ചെറിയ പ്രോബ്ലം അദ്ദേഹത്തിന് തീർക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. വലിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊമോഷൻ കൂടുതൽ കൊടുത്ത് ഹയർ ലെവലിലേക്ക് വരും. അതാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം സോൾവറായി മാറുക. ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നതാണ്, നിങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇന്ന് വേറൊരാളെ ഏൽപ്പിച്ചാൽ എത്ര ദിവസം കൊണ്ട് അവരത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും പെർഫെക്ഷൻ ചെയ്യാൻ പറ്റും? പലചരക്ക് കട നടത്തുമായിരിക്കും, പച്ചക്കറി കട നടത്തുമായിരിക്കും, അല്ലെങ്കിൽ കടലക്കച്ചവടം നടത്തുന്ന ഒരാൾ. നമ്മളാരെങ്കിലും ഇത് ഏറ്റെടുത്തിട്ടൊരു കടലക്കച്ചവടം നടന്നു, ആ കടലയുടെ ചൂട്, മൂപ്പ്, സാധനം ഉപയോഗിക്കുന്ന മണ്ണ്, ടെമ്പറേച്ചർ, ഈ സാധനങ്ങൾ, അതിൻ്റെ കൂട് കുത്തുക, ഇതൊക്കെ പഠിച്ച് അവർ ചെയ്യുന്നവർ ചെയ്യണമെങ്കിൽ എത്ര മാസം എടുക്കും? നമ്മൾ ചിന്തിക്കാറേ ഇല്ല. നമുക്ക് വെൽത്ത് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അത് നമ്മൾ അട്രാക്റ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് പറ്റുന്ന സ്കില്ലുകൾ നമ്മൾ പഠിക്കണം, അതിന് ക്ഷമ വേണം.